വീട്ടിലെല്ലാവർക്കും സുഖമാണ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ആൻഡ് വെൽക്കം ബാക്ക് ടു തനൂസ് ഡയറീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ DME സ്റ്റാഫ് നഴ്സ് ഇൻ്റർവ്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ബയോഡേറ്റയുടെ ആ ഫോർമാറ്റും അത് എങ്ങനെയൊക്കെ ഫില്ല് ചെയ്യാം, എങ്ങനെയൊക്കെ ഫിൽ ചെയ്താലാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് അനുകൂലമായിട്ട് വരിക, എന്തൊക്കെ തെറ്റ് അതിൽ കാണിക്കരുത്, എന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ അതൊക്കെ നമ്മുടെ ഇൻ്റർവ്യൂവിനെ ബാധിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബയോഡേറ്റ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. നമ്മുടെ ബയോഡേറ്റ ഫോം ഞാനിവിടെ സൈഡിൽ കാണിക്കാം, അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കട്ടോ. അപ്പം ബയോഡേറ്റ ഫോമിനകത്ത് ആദ്യം വരുന്നതെന്ന് വെച്ചാൽ നെയിം ഓഫ് പോസ്റ്റ് ആണ്. അതായത് നമ്മുടെ നഴ്സിംഗ് ഓഫീസർ, ഗ്രേഡ് സി നെയിം ഓഫ് പോസ്റ്റ്, പിന്നെ നമ്മുടെ സീരിയൽ നമ്പർ എഴുതാനുണ്ട്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ നെയിം ആൻഡ് അഡ്രസ്സ് ആണ്. നെയിം ആൻഡ് അഡ്രസ്സ് നമ്മുടെ PSC സൈറ്റിലുള്ളതുപോലെ തന്നെ പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പുതിയ അഡ്രസ്സൊന്നും എഴുതി വെക്കാതെ കേട്ടോ, പിന്നെ അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി തിരിയേണ്ടി വരും. സോ നമ്മുടെ PSC പ്രൊഫൈൽ എന്താണുള്ളത്, നെയിം ആൻഡ് അഡ്രസ്സ് അതുപോലെ എഴുതുക. ദെൻ വരുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ്. ബയോഡേറ്റയിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് നമ്മൾ എപ്പോഴും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എഴുതുമ്പോഴത്തേക്ക് SSLC തൊട്ടാണ്, SSLC +2 ഡിഗ്രി അങ്ങനെയാണല്ലോ എഴുതി പോകുന്നത്. പിന്നെ അങ്ങോട്ട് നമ്മൾ അച്ചീവ്മെൻറ്റ്സ് എഴുതുക. അപ്പോൾ ഫസ്റ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസിനകത്ത് എക്സാമിനേഷനോ ഡിഗ്രി എന്ന് എഴുതിയിട്ട് പിന്നെ അത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നമ്മൾ ചെയ്തത്, ഏത് വർഷമാണ് കംപ്ലീറ്റ് ചെയ്തത്, പിന്നെ ഏത് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറുള്ള നെയിം ഓഫ് യൂണിവേഴ്സിറ്റി, പിന്നെ നിങ്ങളുടെ സ്കോർ, അതായത് നമുക്ക് നമുക്ക് ഡിസ്റ്റിങ്ഷനോ അങ്ങനെയൊക്കെ കിട്ടിയെങ്കിൽ നമുക്ക് അതവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. SSLC +2 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസിൽ നമ്മൾ പൂരിപ്പിക്കാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആർ യു കറൻ്റ്ലി എംപ്ലോയിഡ്, അതായത് നിങ്ങളിപ്പം വർക്ക് ചെയ്യുന്നുണ്ടോ. അപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് സെക്ടറിലായാലും ഗവൺമെൻറ് സെക്ടറിലായാലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജെന്യൂനായിട്ട് പറയുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തായാലും നമ്മൾ വർക്കിംഗ് എൻവയോൺമെൻ്റ് ഒക്കെ ചോദിക്കും, ഏത് ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കും. ICU ആണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ കേട്ടോ. പ്രത്യേകിച്ചും ഈ ഇൻ്റർവ്യൂ പാനലിൽ ഒരു നഴ്സിംഗ് പ്രൊഫസർ ഉണ്ടാവും, ഒരു നഴ്സിംഗ് സൂപ്രണ്ടൻ്റ് ഉണ്ടാവും, പിന്നെ അല്ലെങ്കിൽ ചീഫ് നഴ്സിംഗ് ഓഫീസർ, പിന്നെ ഒരു PSC ബോർഡ് മെമ്പർ ഉണ്ടാവും. ഇവർ മൂന്നുപേരും മസ്റ്റായിട്ടും കാണും. സോ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ നമ്മുടെ കറൻ്റ്ലി എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് എഴുതുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ച് എഴുതുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പ്രീവിയസ് ജോബ് എക്സ്പീരിയൻസ് ഇഫ് എനി പ്ലീസ് മെൻഷൻ ദ നാച്ചർ ഓഫ് ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അതായത് നിങ്ങൾക്ക് പ്രീവിയസ് ഏതെങ്കിലും ജോബ് എക്സ്പീരിയൻസ് ഉണ്ടോ, ഇപ്പം നിങ്ങൾ JPHനായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്നവർ കാണും, MLSP ആയിട്ട് വർക്ക് ചെയ്തിരുന്നവർ കാണും. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസൊക്കെ ഡിഫറെൻ്റ് ആണ്. സോ അതെല്ലാം പറയുക. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് പിന്നെ തുടർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അതപ്പോൾ ആ ഒരു ഏരിയയെല്ലാം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഞാനത് മുൻപേ പറഞ്ഞതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ആർ യു കറൻ്റ്ലി ഇൻക്ലൂഡഡ് ഇൻ എനി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ്ഡ് ബൈ ദ കേരള PSC ഗീവ് ഡീറ്റെയിൽസ്. അതായത് നിങ്ങൾ വേറെ ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ കേരള PSCയുടെ. ഇപ്പം കേരള PSCയുടെ തന്നെ ഒരുപാട് ടെസ്റ്റ് എഴുതുന്നവർ കാണത്തില്ലേ, നേഴ്സിംഗ് അല്ലാതെ തന്നെ. സോ അതിലേതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഷെയർ ചെയ്യുക. ഇപ്പോൾ ഇൻ കേസ് നഴ്സിങ്ങിന് പുറത്ത് അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ നഴ്സിംഗ് എഴുതിക്കൊണ്ടിരിക്കുന്നവർ തന്നെ LD ക്ലർക്ക് അതൊക്കെ ട്രൈ ചെയ്ത് കിട്ടിയവരുണ്ടാവില്ല. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്യാൻ പോയി എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. സോ അതിനൊക്കെ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ആണ്. അതിനകത്ത് നമ്മുടെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, പിന്നെ ഒക്കുപ്പേഷൻ ഓഫ് സ്പൗസ്, പിന്നെ സിസ്റ്റർ, ബ്രദർ, അവരെയൊക്കെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോളമുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആർ യു കൺവിക്റ്റഡ് ബൈ എ കോർട്ട് ഓഫ് ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും കേസിലൊക്കെ അകപ്പെട്ടിട്ടുണ്ടോ എന്നാണ്, ക്രിമിനൽ ചാർജസ് എന്തെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ അത് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടിലേക്ക് വരുവാണ്, അതായത് യുവർ ഹോബീസ് പ്ലീസ് മെൻഷൻ ബ്രീഫ്ലി. നമ്മുടെ ഹോബീസ് മെൻഷൻ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഈ ഹോബീസ് മെൻഷൻ ചെയ്യുമ്പോഴത്തേക്ക് കള്ളത്തരമൊന്നും വലിച്ചു വാരി എഴുതരുത്. നമുക്ക് അവിടെ പോയത് കുറച്ച് ആളാവാമെന്നും പറഞ്ഞ് ഈ വായനശീലമില്ലാത്തവർ റീഡിങ്, പിന്നെ പാട്ട് കേൾക്കാൻ താല്പര്യമില്ലാത്തൊരു മ്യൂസിക് കേൾക്കും, അങ്ങനെയൊന്നും എഴുതരുത് കേട്ടോ. നമുക്ക് എന്താണോ ഇഷ്ടം ആ ഒരു ഹോബി മാത്രമേ എഴുതാവൂ. അല്ലാതെ നമുക്ക് ഇഷ്ടമല്ലാതെ വായന എഴുത്തും ഒക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ
നമ്മൾ അവിടെ കിടന്ന് തപ്പിത്തടയേണ്ടി വരും. അപ്പോൾ തന്നെ അവർ മനസ്സിലാക്കും നമ്മൾ ജെന്യുവൻ അല്ല, മൊത്തം കള്ളത്തരമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ തന്നെ നമ്മുടെ സ്കോർ നേരെ താഴോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. സോ ഇപ്പം നിങ്ങൾക്ക് റീഡിങ് ഭയങ്കര ഇഷ്ടമാണ്, റീഡിങ് എഴുതുക. അപ്പം അവർ ചോദിക്കും നിങ്ങൾ റീസെൻ്റ്ലി വായിച്ച ബുക്ക് ഏത്, ഓതർ നെയിം ഏത്, അതിൻ്റെ കണ്ടൻറ് ഏത്, അതിലെന്തുവാണ് നിങ്ങൾക്ക് പ്രചോദനമായിട്ട് കിട്ടിയത്, അതെങ്ങനെ നിങ്ങളെ സ്ട്രെസ് മാറ്റാൻ ഹെൽപ്ഫുൾ ആവുന്നു, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരാം. സോ നിങ്ങൾക്ക് ജെന്യുവൻ ആയിട്ടുള്ള ഹോബി വേണം എഴുതാൻ. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും ആൻസർ ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് യുവർ ഇൻട്രസ്റ്റ്, പാർട്ടിസിപ്പേഷൻ ഓർ അച്ചീവ്മെൻറ്റ്സ്. അതായത് നിങ്ങൾക്കിപ്പം ഏതെങ്കിലും കാര്യത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടോ, അതിലെന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ഉണ്ടോ എന്നാണ്. അതായത് അവർ മെൻഷൻ ചോദിച്ചേക്കുന്നത് സ്പോർട്സ്, കൾച്ചറൽ ആക്ടിവിറ്റീസ്, സോഷ്യൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ചിലർക്ക് ഈ സ്പോർട്സിൽ, ക്രിക്കറ്റിൽ, ഫുട്ബോൾ അതിലൊക്കെ ഭയങ്കര താല്പര്യം കാണും. സോ ക്രിക്കറ്റ്, ഫുട്ബോളൊക്കെ എഴുതുമ്പോഴത്തേക്ക് കുറച്ച് ശ്രദ്ധിച്ച് എഴുതുക, അറിയാമെന്നുണ്ടെങ്കിൽ മാത്രം എഴുതുക. അപ്പോൾ ക്രിക്കറ്റ് എഴുതുവാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ക്രിക്കറ്റ് ഫാനാണെങ്കിൽ, ആ ഒരു പ്ലേയുടെ ഫാനാണെങ്കിൽ, ഇപ്പോൾ ഈ ലോകകപ്പ് നടന്ന് പാസ്സായതാരെ, വേൾഡ് ചാമ്പ്യനാരെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ആൻസർ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ക്രിക്കറ്റ് ഇഷ്ടമാണ്, അതിൻ്റെ ഫാനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് ചെയ്ത് അതിൻ്റെ ബേസിക്സോ അതിൻ്റെ മത്സരങ്ങളിൽ വിജയികളോ ഒന്നും അറിയത്തില്ലെങ്കിൽ അവിടെ നമ്മൾ പെട്ടുപോകും. അതുപോലെ തന്നെ കൾച്ചറൽ ആക്ടിവിറ്റി, നൃത്തരൂപങ്ങൾ, കലാരൂപങ്ങളൊക്കെ ചോദിച്ചേക്കാം. കാരണം ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന PSC ബോർഡ് മെമ്പറായിരിക്കും. അയാൾക്ക് എന്തായാലും അത്യാവശ്യം ജനറൽ നോളജുള്ള വ്യക്തിയായിരിക്കും. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ കൾച്ചറൽ ആക്ടിവിറ്റീസ് വരുമ്പോഴത്തേക്ക് നൃത്തരൂപങ്ങൾ, അപ്പോൾ ഡാൻസിങ്, സിംഗിങ് ഒക്കെ എഴുതുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം വളരെ ശ്രദ്ധിച്ച് എഴുതുക. പിന്നെ സോഷ്യൽ ആക്ടിവിറ്റീസ്, ക്യാമ്പ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നവർ, അല്ലാതെ എന്തെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ആക്ടിവിറ്റീസൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. അങ്ങനെ താല്പര്യമുള്ളവരാണെങ്കിൽ അത് നിങ്ങൾക്കിവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വോളണ്ടിയറിങ്. അതായത് നിങ്ങൾ ഏതെങ്കിലും ഗവൺമെൻറ് പ്രോജക്റ്റിൽ വോളണ്ടിയറായിട്ട് പോയിട്ടുണ്ടോ? ഇപ്പം ഒരുപാട് നമുക്ക് പ്രകൃതി ദുരന്തങ്ങളൊക്കെ വന്നില്ലേ, അല്ലെങ്കിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്, ഇതിനൊക്കെ നിങ്ങൾക്ക് വോളണ്ടിയറായിട്ട് പോയിട്ടുണ്ട്, അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഹാജരാക്കുക, അതിനെപ്പറ്റി പറയാവുന്നതാണ്. ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊരു പാർട്ടുണ്ട്. അതായത് നിങ്ങൾ എന്തെങ്കിലും പേപ്പർ പ്രസൻറ്റേഷൻ, ക്യാമ്പ് ബേസ്ഡ് പ്രോഗ്രാംസ് അതിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കിവിടെ മെൻഷൻ ചെയ്യാം. ദെൻ NCC, സ്കൗട്ട്, ഗൈഡ്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് മിക്ക പിള്ളേരും ഇപ്പോൾ അംഗമാണല്ലോ, സ്കൂൾ തലത്തിലൊക്കെ അംഗമാണെങ്കിൽ അതിൻ്റെ ഗ്രേഡ്, സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾക്കിതിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലീസ് മെൻഷൻ ബ്രീഫ്ലി അബൌട്ട് ദ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ഫോർ യുവർ ആസ്പിറേഷൻ ടു ബിക്കം എ സിവിൽ സർവീസ് ജോബ്. അതായത് നിങ്ങൾക്ക് ഗവൺമെൻറ് ജോബ് കിട്ടുക, അല്ലെങ്കിൽ ഈ ഒരു ജോബിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സിനെ മെൻഷൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എല്ലാവരും PSC എന്ന് പറയുമ്പോഴേ എല്ലാവരും പറയും പാവങ്ങളെ, എന്നുവെച്ചാൽ മെഡിക്കൽ കോളേജിൽ ഒരുപാട് പാവങ്ങൾ വരുന്നതാണ്, പാവങ്ങളെ സേവിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പബ്ലിക് സർവീസാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് കുറേ അങ്ങ് ജനങ്ങളെ സേവിക്കാൻ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് കുറച്ചങ്ങ് പറഞ്ഞ് പൊങ്ങച്ച കാണിക്കാനൊക്കെ ശ്രമിക്കും. പക്ഷെ അത് എല്ലാവരും പറയുന്ന കാര്യമാണ്. നമ്മൾ കുറച്ചൊന്നും മാറ്റി വിടും, നമ്മൾ ജെന്യുവിനായിട്ടുള്ള കാര്യം പറയുക. നമുക്ക് എന്തുകൊണ്ടൊരു ഗവൺമെൻറ് ജോബ് വേണം? നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം, നമുക്കൊരു നമുക്ക് സൊസൈറ്റിയിൽ നല്ലൊരു സ്റ്റാറ്റസ് വേണം, അല്ലെങ്കിൽ ഈ ഒരു ജോബ് നമുക്കൊരു സെക്യൂരിറ്റി തരുന്നുണ്ട്, നമ്മുടെ ലൈഫിനൊരു സെക്യൂരിറ്റി തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജെന്യുവിനായിട്ട് ഇതൊക്കെയാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ജോബ് സെക്യൂരിറ്റി, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് സൊസൈറ്റി സ്റ്റാറ്റസ് ആൻഡ് ഓൾസോ മറ്റതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പറയാം. അപ്പോൾ നമ്മൾ ജെന്യുവിനായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ അതൊക്കെ നമ്മൾ വളരെ ഇൻ്റലിജൻ്റായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മെൻഷൻ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ് ചോദിക്കുമ്പോൾ ഭയങ്കര നമ്മൾ എല്ലാ വീക്ക്നെസ്സും അതിനകത്ത് അങ്ങ് എഴുതി കളയല്ല കേട്ടോ. മടിയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ജോബിന് അതൊന്നും അല്ല, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. ഇപ്പം പഞ്ച്വാലിറ്റി കുറവൊന്നും എഴുതി കളയരുത് കേട്ടോ. നമ്മൾ നഴ്സിങ്ങിൻ്റെ ടൈം പഞ്ച്വാലിറ്റി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് ചെറിയ ചെറിയ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക, വളരെ ഇൻ്റലിജൻ്റായിട്ട് മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ അവിടെയൊക്കെ നമ്മൾ സ്കോർ പോകാൻ ചാൻസ് ഉള്ള ഏരിയ ആണ് കേട്ടോ. പിന്നെ യുവർ അംബിഷൻ, നിങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ ഒരിക്കലും ഒരു നഴ്സ് ഓഫീസറായിട്ട് ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്നില്ല, അതിലപ്പുറം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് ഇൻ്റർവ്യൂവറെ എത്തിക്കുക. നമ്മുടെ അംബിഷൻ എന്ന് പറയുന്നത് ഇത് മാത്രമല്ല, കുറച്ചുകൂടി വലിയ ആഗ്രഹങ്ങൾ നമുക്കുണ്ടെന്ന തരത്തിൽ ഷെയർ ചെയ്യുക. അതിനെ പറ്റി ബേസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ബ്രീഫായിട്ടൊക്കെ സംസാരിക്കാൻ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബയോഡേറ്റയ്ക്കകത്ത് പൂരിപ്പിക്കാനുള്ളത്. ബയോഡേറ്റ ഇൻ്റലിജൻ്റായിട്ടും വൃത്തിയായിട്ടും നമ്മൾ ജെന്യൂനായിട്ടും
പൂരിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും, നന്നായിട്ട് ഇൻ്റർവ്യൂവിൽ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റ് നിങ്ങൾ സിഗ്നേച്ചർ, പിന്നെ ഡേറ്റ്, ഇത്രയാണ് ബയോഡേറ്റ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു ഡൗട്ടില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പ്രിപ്പയർ ആയിട്ട് പോയിട്ട് ബയോഡേറ്റ പൂരിപ്പിക്കുക, നന്നായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, നല്ല സ്കോർ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അപ്പോൾ വീണ്ടും കാണുവരെ ബൈ ബൈ, സീ യു അഗൈൻ.